നമ്മുടെ ചാനലിൽ മുമ്പ് ദുൽഖറിനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് DQന് കരിയറിന്റെ തുടക്കത്തിൽ കിട്ടിയ ഹെയ്റ്റിനെ കുറിച്ച്. ആ ഒരു ഹെയ്റ്റും ട്രോളും ടോക്സിക്കും ആയിരുന്നു വളരെ വലുതും. എന്നാൽ അതിനേക്കാൾ തീവ്രതയിൽ ദുൽഖറിന് കിട്ടിയിരുന്ന ഹെയ്റ്റിന്റെ 10 ഇരട്ടി കിട്ടിയിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ തന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് കോൺഫിഡന്റ് ആയി പറഞ്ഞപ്പോൾ അതിനെ പോലും പുച്ഛിച്ച് തള്ളുകയായിരുന്നു പലരും. അന്ന് രാജപ്പൻ എന്ന് വിളിച്ച് കളിയാക്കിയവരെ കൊണ്ട് തന്നെ മാറ്റി പൃഥ്വിരാജ് അല്ലെങ്കിൽ രാജുവേട്ടൻ എന്ന് വിളിപ്പിച്ച ഒരു മുതലാണ് ഇങ്ങേര്. പൃഥ്വിരാജ് ഒരു നെപ്പോ കിഡാണ്, സിനിമയിൽ ഈസിയായി ലാൻഡ് ചെയ്ത ഒരു ആക്ടറും. പക്ഷേ കഴിവുണ്ടായിട്ടും അന്ന് പലരും വെറുത്തിരുന്ന പൃഥ്വിരാജ് എന്ന വ്യക്തി എങ്ങനെയാണ് ഇന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറിയത്? അതൊരു തിരിച്ചുവരവിന്റെ കഥയാണ്. ആ ഒരു തിരിച്ചുവരവിന് ശേഷം ഇന്ന് ഈ സമയം ആളിപ്പോ ഫുള്ള് പാൻ ഇന്ത്യൻ കളികളാണല്ലോ. ഈ ചെക്കൻ എങ്ങനെയാണ് ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ഡയറക്ടേഴ്സിൽ ഒരാളായ രാജമൗലിയുടെ പടത്തിൽ മെയിൻ വില്ലനായി അഭിനയിച്ചത്? ആ ഒരു കരിയർ ഗ്രാഫ് ഇത്ര താഴെ നിന്നും ഈ ഒരു ലെവൽ ടോപ്പിലേക്ക് എത്തിയത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? അത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ എപ്പോഴത്തെയും പോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേവറേറ്റ് പൃഥ്വിരാജ് മൂവി ഏതാണെന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോ തുടങ്ങാം. പൃഥ്വിരാജിന് 14 വയസ്സുള്ളപ്പോഴാണ് സിനിമാ നടനും പ്രൊഡ്യൂസറുമായ അദ്ദേഹത്തിന്റെ അച്ഛൻ സുകുമാരൻ മരണപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം 2002 സിനിമാ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു ആക്ടിംഗ് കരിയറിൽ 3 ഫേസസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തേത് രാജപ്പൻ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന, കളിയാക്കിയിരുന്ന, ആളുകൾ അംഗീകരിക്കാതിരുന്നിരുന്ന ഫേസ്. കുറെ സിനിമകളുടെ ഫ്ലോപ്പും ഒക്കെ ആയിട്ട് അതൊരു ഡാർക്ക് സമയം തന്നെയായിരുന്നു അങ്ങേർക്ക്. രണ്ടാമത്തേതാണ് ട്രാൻസിഷൻ ഫേസ്, സിനിമകൾ മാറി ചെയ്തിരുന്ന കാലം. ആൻഡ് ലാസ്റ്റ്ലി സിനിമയുടെ ക്രിയേറ്റീവ് സൈഡിലെ പീക്കിലെത്തിയ സമയം. ഈ 3 ഫേസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പൃഥ്വിയുടെ കരിയറിന്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീൻ ഇൻഡസ്ട്രിയിലൂടെ നെപ്പോ കിഡ് എന്നുള്ള അഡ്വാൻറ്റേജോട് കൂടി 2002 നന്ദനം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ ആയിരുന്നു. ആ സിനിമയിലെ ലുക്കാണ് ഇത്. ഈ ഒരു ലുക്ക് ഉള്ളപ്പോൾ ആൾക്ക് വയസ്സ് വെറും 19 മാത്രമാണ്. ആൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ മലയാളം സിനിമയുടെ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ, മേട്ടൻ, പേട്ടൻ എന്നിങ്ങനെയുള്ള സീനിയേഴ്സിന്റെ സിനിമകളായിരുന്നു കൂടുതലും ഇറങ്ങിയിരുന്നതും ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നതും. യങ്സ്റ്റേഴ്സ് എന്ന് പറയാൻ ചാക്കോച്ചനും ജയസൂര്യയും മാത്രമേ അന്നുള്ളൂ. യൂത്തിനൊരു ട്രെൻഡ് സെറ്റർ ആയി ഇൻഫ്ലുവൻസ്ഡ് ആവാനും മാത്രം യൂത്ത് ആക്ടേഴ്സ് ഒന്നും മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ആ ഒരു ഗ്യാപ്പ് നികത്താനായിരുന്നു ഇങ്ങേരുടെ വരവ്. പക്ഷേ നന്ദനം ചെയ്തിട്ട് ആൾക്ക് വലിയ അറ്റൻഷൻ ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തെ സിനിമയായിട്ട് ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ ചെയ്യുന്ന പോലത്തെ സിനിമയായിട്ടുള്ള ചക്രം ചെയ്തു. അന്ന് പൃഥ്വിക്ക് വെറും 20 വയസ്സാണ്. ചന്ദ്രഹാസൻ കുത്തുവാള എന്നാ വന്നത്, അതിപ്പോഴെടുത്ത് വെച്ചിട്ടുണ്ട്. കളിക്കുമ്പോ ആണായിട്ട് കളിക്കണം. 98 ലൈലാൻഡ് നാഷണൽ വെക്കട. ഇതിനു മീതെ അമ്മയുടെ മുലപ്പാല് കുടിച്ച ആമ്പിള്ളേരുണ്ടെങ്കിൽ. ആൻഡ് അതിനുശേഷം അന്നത്തെ മെയിൻ ഡയറക്ടേഴ്സിന്റെ കൂടെ സത്യം, സ്വപ്നക്കൂട്, വെള്ളിത്തിര ഈ സിനിമകളെല്ലാം ചെയ്തെങ്കിലും അതൊന്നും പൃഥ്വിയെ ഒരു താരമാക്കിയില്ല. എന്ന് മാത്രമല്ല ഇതിൽ പല സിനിമകളും പൊട്ടുകയായിരുന്നു. വേറൊരു മെയിൻ കാര്യമാണ്, അന്നൊന്നും സൈഡ് റോളുകളോ സഹതാരമായിട്ടുള്ള റോളുകളോ പൃഥ്വി ചെയ്തില്ല. മുഴുവനും നായകനായിട്ടുള്ള റോളുകൾ തന്നെയായിരുന്നു. അത് കാരണം കൊണ്ട് ഒരു നായകനായി നിലനിൽക്കാനെങ്കിലും ആ സമയത്ത് സാധിച്ചു അദ്ദേഹത്തിന്. അങ്ങനെ സർവൈവ് ചെയ്ത് 2005 ഓഡിയൻസിനൊക്കെ പൃഥ്വിയുടെ മുഖം പരിചിതമായി വന്നു. ആ ഒരു വർഷം ഇറങ്ങിയ 2 മലയാള സിനിമകളായിരുന്നു പൃഥ്വിയുടെ കരിയറിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. അതിൽ ആദ്യത്തെ സിനിമ ഇന്നും മലയാള സിനിമയിലെ ഫാന്റസി ജനറലിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയ അത്ഭുതദ്വീപ്. രണ്ടാമത്തെ സിനിമ ഇന്നും വളരെ വലിയ ഫാൻ ബേസ് ഉള്ള, ഒരു പക്ഷേ നായകനേക്കാൾ ഫാൻ ബേസ് വില്ലന് കിട്ടിയ ചുരുക്കം ചില സിനിമകളിൽ ഒന്നായ അനന്തഭദ്രം. അങ്ങനെ പൃഥ്വിയെ ഓഡിയൻസ് എല്ലാം അംഗീകരിക്കാൻ തുടങ്ങി. പക്ഷേ ആൾക്ക് പ്രൂവ് ചെയ്യാൻ ഇനിയും കുറെ ഉണ്ടായിരുന്നു. 2006 വർഗം എന്ന സിനിമയിലെ വില്ലൻ ക്യാരക്ടറും വാസ്തവം എന്ന സിനിമയിലെ പെർഫോമൻസിന് സ്റ്റേറ്റ് അവാർഡും ആൻഡ് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ക്ലാസ്മേറ്റ്സിലൂടെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ റെക്കോർഡും അടിച്ച് പൃഥ്വിരാജ് മലയാള സിനിമയിലെ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. യൂത്ത് ഓഡിയൻസിന്റെ ഇടയിലേക്ക് കൂടി ഇങ്ങർക്ക് നല്ല സപ്പോർട്ടായിരുന്നു ആ ഒരു സമയത്ത്. ചോക്ലേറ്റ് സിനിമയിലെ പൃഥ്വിയുടെ കോസ്റ്റ്യൂംസ് എല്ലാം അന്ന് യങ്സ്റ്റേഴ്സിനിടയിൽ ട്രെൻഡ് ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല ഗ്രോത്ത് കരിയറിൽ കിട്ടി നിൽക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. 2009 മുതൽ പൃഥ്വിക്ക് കരിയറിൽ കിട്ടിയ ഹൈ വളരെ വലുതാണ്. പുതിയ മുഖം എന്ന സിനിമയോടുകൂടി ആളുകളൊക്കെ അങ്ങേരെ ഒരു സ്റ്റാറായി അംഗീകരിച്ചു തുടങ്ങിയിരുന്നു. പോക്കിരി രാജ, റോബിൻഹുഡ്, അൻവർ ഇതെല്ലാം അങ്ങേരെ സ്റ്റാറും ബാങ്കബിൾ ആക്ടറുമാക്കി. പക്ഷേ അതിന്റെ കൂടെ തന്നെ മറ്റൊരു സൈഡിൽ അന്ന് പൃഥ്വിക്ക് കിട്ടിയിരുന്ന ഹെയ്റ്റ് എന്ന് വെച്ചാൽ അതിഭീകരമായിരുന്നു. അന്നത്തെ പൃഥ്വിയുടെ അവസ്ഥയെ കുറിച്ച് തിലകൻ സാറും ടിനി ടോമും പറയുന്നതെന്ന് കേട്ടു നോക്കൂ. പൃഥ്വിരാജ് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോ കൂഹും. നീ പറയണ്ട ഇവിടെ. അതാണ് പൃഥ്വിരാജിനെ എതിർക്കാൻ ഒരു പേജ് തന്നെ ഉണ്ടായിരുന്നു ഹേറ്റേഴ്സിന്റെ. ബസ്സിൽ കുറെ പിള്ളേർ രാജപ്പ രാജപ്പ എന്ന് വിളിച്ചോണ്ടിരിക്കണം. അവന് ചിരിച്ചെങ്ങനെ വിട്ടത്. ടിനി ടോം പറഞ്ഞ പോലത്തെ കുറെ പേജുകളുണ്ട്.
ഇത് മാത്രമല്ല, ഇന്നത്തെ പോലെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ആക്റ്റീവ് അല്ലാഞ്ഞിട്ട് പോലും അന്ന് പൃഥ്വിരാജിനെ ട്രോൾ ചെയ്യുന്നതിന് കയ്യും കണക്കുമില്ലായിരുന്നു. ഇത്രത്തോളം ഹെയ്റ്റ് കിട്ടണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഹെയ്റ്റ് കിട്ടാനുള്ള റീസൺ എന്താണെന്നറിയോ? ഇന്റർവ്യൂവിലൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചത്. ഇംഗ്ലീഷ് പറയുന്ന പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ വളഞ്ഞിട്ടാണ് അയാൾ കൂടുതൽ വ്യക്തതയോടുകൂടി സംസാരിക്കുന്നത്. അതൊക്കെയാണ് ഒരു പരാതിയായിട്ട് പറയുന്നത്. ബ്രോ, അദ്ദേഹം കോൺഫിഡന്റ് ആയി തന്റെ കരിയറിനെ കുറിച്ചും ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചും സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതിനെല്ലാം തന്റേതായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലും കൂടി ആയതിനാൽ അതിവിടെ പലർക്കും പിടിച്ചില്ല. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത്. 8 വർഷം മുമ്പ് മനോരമ ന്യൂസിന്റെ ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജിനോട് ഇന്റർവ്യൂവർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. 20 വർഷത്തിന് ശേഷമുള്ള പൃഥ്വിരാജിനെ കുറിച്ചുള്ള ചിത്രം താങ്കൾക്ക് തന്നെ ഒന്ന് പറയാം. അതിന് അന്ന് ഉത്തരമായിട്ട് അദ്ദേഹം തന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. 20 വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ. പക്ഷേ അന്ന് ഇത് കേട്ട് പലരും കളിയാക്കി, പരിഹസിച്ചു. ഡയറക്ഷൻ പോയിട്ട് അഭിനയത്തിൽ പോലും ഇൻഡസ്ട്രിയിൽ അധികകാലം നിലനിൽക്കാൻ പോകുന്നില്ല എന്നാണ് അന്ന് പലരും പറഞ്ഞത്. ഇതിന്റെ ബാക്കി എന്തായി എന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ആവശ്യമുള്ളത് ജസ്റ്റ് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടാൽ മാത്രം മതി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹെയ്റ്റിന്റെ കൂടെ ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഫ്ലോപ്പ് ആവാനും തുടങ്ങി. തേജബായൻ ഫാമിലി, ഉറുമിയൊക്കെ ഇന്നിറങ്ങിയെങ്കിൽ വലിയൊരു വിജയമാകേണ്ട സിനിമയായിരുന്നു. പക്ഷേ അന്ന് പൃഥ്വിരാജ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിട്ട് പോലും അതൊരു പരാജയ ചിത്രമായി മാറി. ഒരു ആശ്വാസമായി ഇറങ്ങിയത് ഇന്ത്യൻ റുപ്പിയാണ്. അതും ഒരു ഏവറേജ് വിജയമേ ആയുള്ളൂ. അങ്ങനെ 2012 വരെയാണ് ഇത്രയെല്ലാം സംഭവിച്ചത്. ഇതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാവരും രാജപ്പൻ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന കാലം. 2012 അവസാനം പൃഥ്വിയുടെ കരിയർ ബെസ്റ്റിൽ ഒന്നായ അയാളും ഞാനും തമ്മിൽ ഇറങ്ങിയ വിജയമായി. പൃഥ്വി പതിയെ ട്രാക്കിലേക്ക് കയറി. ആ സമയത്ത് ഹെയ്റ്റിനൊന്നും ശ്രദ്ധ കൊടുക്കാതെ, ഇതിലൊന്നും തളരാതെ, പിന്നിലോട്ട് പോകാതെ അദ്ദേഹം കൂടുതൽ മെച്ചപ്പെട്ടു വന്നു. ഇതുവരെയും അദ്ദേഹത്തിന് സ്ട്രഗിളിംഗ് പീരീഡ് തന്നെയായിരുന്നു. പക്ഷേ ഒരു 2013 മുതൽ ടിനി ടോം പറഞ്ഞ പോലെ രാജപ്പൻ എന്ന് വിളിച്ചോരെന്നെ മാറ്റി പൃഥ്വിരാജ് എന്ന് വിളിക്കാൻ. ബസ്സിൽ കുറെ പിള്ളേർ രാജപ്പ എന്ന് വിളിച്ചോണ്ടിരിക്കണം. അവന് ചിരിച്ച് എങ്ങനെ വിട്ടത്, അതായത് ചിരിയിൽ ഹേറ്റേഴ്സിന്റെ ഫാൻസായി മാറും എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അത്രയും കിടിലം സിനിമകളായിരുന്നു ഇറങ്ങിയതെല്ലാം. 2013 ഇറങ്ങിയ 3 സിനിമകളായിരുന്നു മെമ്മറീസ്, മുംബൈ പോലീസ്, സെല്ലുലോയിഡ്. ഇപ്പോഴും മെമ്മറീസിനൊക്കെയുള്ള ഫാൻ ബേസ് ചെറുതൊന്നുമല്ല. അതിലെ അങ്ങേരുടെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു ഡ്രങ്ക് അഡിക്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നല്ല വെടിപ്പായിട്ട് മൂപ്പര് ചെയ്തു വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സമയത്ത് മുംബൈ പോലീസിലെ പോലത്തെ ആ ഒരു ഗേ ക്യാരക്ടർ റോള് ചെയ്യാൻ അങ്ങേര് കാണിച്ച ധൈര്യം ശരിക്കും അപ്രിസിയേഷൻ അർഹിക്കുന്നതാണ്. ബിഗംസിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഫീൽഡ് ഔട്ട് ആവാൻ തുടങ്ങിയിരുന്നു. അവർക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പൃഥ്വിരാജ് തന്നെയായിരുന്നു. കാരണം 2016 4 സിനിമകൾ ഒരുമിച്ച് ബ്ലോക്ക് ബസ്റ്ററായി തിയേറ്ററിൽ ഓടിയിട്ടുണ്ടെന്ന്. എന്ന് നിന്റെ മൊയ്തീന്, അമർ അക്ബർ അന്തോണി, അനാർക്കലി, പാവാട. എന്ന് നിന്റെ മൊയ്തീനിലൂടെ ആദ്യ 50 കോടിയും പൃഥ്വിരാജ് നേടി. അതുവരെ അന്ന് ആ റെക്കോർഡ് ആകെ ഉണ്ടായിരുന്നത് ലാലേട്ടനും നിവിൻ പോളിക്കും മാത്രമായിരുന്നു. ഇതിനുശേഷം പുള്ളി വീണ്ടും ട്രാക്ക് മാറ്റി. പൃഥ്വിരാജിന്റെ സോ കോൾഡ് ഹോളിവുഡ് ടൈപ്പ് മൂവീസിന്റെ കാലം അതായിരുന്നു അത്. എസ്ര, നയൻ, ആദം ജോണ്, 7th ഡേ. ആള് ഒരു സ്റ്റേബിൾ ആക്ടർ ആയതിനു ശേഷം ചെയ്ത എക്സ്പെരിമെന്റൽ മൂവീസ് ഇങ്ങനെ കുറേ ഉണ്ട്. ടിയാന്, മൈ സ്റ്റോറി, രണം, ഇതെല്ലാം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കിടിലൻ സിനിമകൾ തന്നെയാണ്, മൈ സ്റ്റോറി ഒഴിച്ച്. അങ്ങനെ ഒരു സ്റ്റാറൊക്കെ ആയതിനു ശേഷം 2019 പൃഥ്വിരാജിൽ നിന്നും രാജുവേട്ടൻ എന്ന രീതിയിലേക്ക് എത്തി. എന്തൊക്കെ പറഞ്ഞാലും സീനിയർ ആയല്ലോ ഇപ്പൊ. ഇത്രയും ഹൈയിലേക്ക് എത്താനുള്ള ഒരു കാരണമാണ് അന്യായ ഫാൻ ബേസ് ഉള്ള ഒരു പടം ഡയറക്റ്റ് ചെയ്തത്. അതും ലാലേട്ടനെ നായകനാക്കിക്കൊണ്ട് അത് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുകയും ചെയ്തു. എന്നിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ടും ഇറക്കി കുറെ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തു. കാര്യം എമ്പുരാന് മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നെങ്കിലും അസ്രായേലിന് വെയിറ്റ് ചെയ്യുന്നവർ കുറേ ഉണ്ട്. ആദ്യമൊക്കെ നായകനായി മാത്രം അഭിനയിച്ചിരുന്ന പൃഥ്വിരാജ് ഇന്ന് ബിജു മേനോന്റെ ക്യാരക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസും ഇമ്പാക്റ്റും ഉള്ള പടത്തിൽ, അതെ, പറഞ്ഞു വരുന്നത് അയ്യപ്പനും കോശിയെ കുറിച്ച് തന്നെയാണ്. അതിൽ സഹതാരമായിട്ടും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൽ പൃഥ്വിരാജിന്റെയും സുരാജിന്റെയും ക്യാരക്ടേഴ്സ് കഥയിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോൾസ് ആണ്. ഇങ്ങനത്തെ മെയിൽ ഈഗോ ക്ലാഷ് മൂവീസിൽ ഒട്ടുമിക്ക എല്ലാവരുടെയും ഫേവറേറ്റും പൃഥ്വിരാജ് തന്നെയായിരിക്കും. ജനഗണമനയും ഗുരുവായൂരമ്പലനടയിലും ഒക്കെ നല്ല സിനിമകളായിരുന്നു. പക്ഷേ ഫിലിമോഗ്രാഫിയിൽ കുറെ ഫ്ലോപ്സും ഇങ്ങേർക്കുണ്ട് കേട്ടോ. കുറച്ചു കാലം മുമ്പ് വരെ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, കാപ്പ, കോൾഡ് കേസ്, ഭ്രമം, ബഡേമിയാൻ, ചോട്ടേമിയാൻ, അങ്ങനെ. പക്ഷേ ഇപ്പൊ പറഞ്ഞ ഇത്രയും ഫ്ലോപ്സിന്റെ കൂടെ വെക്കാൻ ആടുജീവിതം പോലത്തെ ഒറ്റ സിനിമ മതി. അതിൽ അദ്ദേഹം ഇട്ട എഫേർട്ട്, ആളുടെ പെർഫോമൻസ്, അതൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്.
സ്റ്റിൽ ഹേറ്റേഴ്സ് ഇപ്പോഴും അങ്ങേർക്കുണ്ട്. കോമഡി റോൾസ് പൃഥ്വിക്ക് ചേരില്ല എന്ന് പറയുന്നതും ഒരു ഫാക്റ്റ് ആണ്. പക്ഷേ അതിന് കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ കുറവ് മാത്രമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ആളൊരു റിലേറ്റബിൾ ആക്ടർ അല്ല എന്നുള്ളതാണ്. നിവിൻ പോളിയെ പോലെ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പരിപാടിയൊന്നും ആൾക്കൊരിക്കലും നടക്കൂല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അകൽച്ച എപ്പോഴും അദ്ദേഹത്തിന് പ്രേക്ഷകരിൽ നിന്നും ഉണ്ട്. എന്നിലേക്ക് ഒരു അകൽച്ച ഇന്നും പ്രേക്ഷകനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ അകൽച്ചയാണ് എന്റെ പരീക്ഷണം. എന്റെ ഇനിയിപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഖലീഫയിൽ ലാലേട്ടനും പൃഥ്വിയും ഒരുമിച്ച് വരുന്നത് കാണാനാണ്. ഇന്ന് രാജമൗലി പടത്തിൽ വില്ലനായിട്ടും പ്രഭാസിന്റെ കൂടെ പ്രശാന്ത് നീൽ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ മെയിൻ ക്യാരക്ടറായും ഒക്കെ നിൽക്കുകയാണ്. 20 വർഷം മുന്നേ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുമോ എന്ന് പോലും എല്ലാവരും സംശയിച്ചിരുന്ന സെയിം ആള്. എത്രയൊക്കെ കളിയാക്കിയാലും ഇത്രയും കോൺഫിഡൻസും കൺവിക്ഷനും വെച്ച് 20 വർഷത്തിന് ശേഷം താൻ എവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞോ ആ ഒരു നിലയിൽ വെറും 8 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം എത്തിച്ചേർന്നു. പൃഥ്വിരാജ് എന്ന വ്യക്തി നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് subscribe.